നമ്മുടെ തക്കടുവിൻ്റെ വീഡിയോ ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇടണേ എന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻ്റ് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കത് കേൾക്കുന്ന സമയത്ത് നല്ല സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാനൊരിക്കലും ഇത്രമാത്രം നമ്മുടെ തക്കുടു ഫേമസ് ആവുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. പിന്നെ എൻ്റെ തക്കുടുവിനെ വിട്ടിട്ട് കാശുണ്ടാക്കുകയാണെന്നുള്ള കമൻറ്റുകളൊക്കെ എനിക്ക് സത്യത്തിൽ എനിക്ക് നല്ല വിഷമം ഉണ്ടാവണത് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ജീവജാലങ്ങളെ വളർത്താൻ തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പരിപാടിയല്ല. എനിക്ക് വേണമെങ്കിൽ എത്രയോ മുന്നേ യൂട്യൂബ് ചാനൽ തുടങ്ങുകയും എനിക്കത് ചെയ്യുകയൊക്കെ ചെയ്യായിരുന്നു. ഒരിക്കലുമല്ല. ഞാനിതിന് മുന്നേ എൻ്റെ ഓർമ്മ വെച്ച് മുതൽ പറയുകയാണെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയം മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഒരു കോഴിയിലും ഒരു അണ്ണാൻ കുഞ്ഞിലൊക്കെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോഴും എല്ലാവരും പറയും എനിക്കെന്താ വെച്ചാൽ ഒരു ജീവനം വേദനിക്കുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റില്ല. ആ കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ ഞാൻ ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ റോട്ടിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എങ്ങാനും ജീവികളുടെ വണ്ടി ഇടിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എത്രമാത്രം ടെൻഷൻ അടിക്കുന്നറിയോ. കണ്ണിങ്ങനെ ഇറുക്കടച്ചിരിക്കും വണ്ടിയിലൊക്കെ പോണ സമയത്ത്. പഠിച്ചവനെ അതിനെ ഇടിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ച് ഞാൻ നിന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അവസരങ്ങൾ അങ്ങനത്തെ ഒരു അനുഭവം ഉള്ളത് കൊണ്ട് തന്നെ എനിക്കെന്ന് വെച്ചാൽ ജീവജാലങ്ങളെ എനിക്ക് അത്ര ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തിയപ്പോഴാണ് ശരിക്കും എനിക്ക് എൻ്റേതായ ഇതിൽ നിന്നിട്ട് എനിക്ക് വളർത്താനും എല്ലാത്തിനും ഞാൻ ചെയ്യും എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിലാണ് ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ പൂച്ചക്കുഞ്ഞുങ്ങളെ ഇതൊന്നും ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഞാൻ വളർത്തുന്ന സാധനങ്ങളല്ല. ആരൊക്കെയോ വഴിയിൽ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചിട്ട് പോയ അമ്മ പൂച്ചകൾ പ്രസവിച്ച് ആ കുഞ്ഞുങ്ങളാണ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. കാരണം ഞാൻ അതിനെ തല്ലില്ലെന്നും എല്ലാം അവർക്കറിയാം. അതിന് വേണ്ട ഭക്ഷണങ്ങൾ കൊടുക്കുന്നതൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ അവരെ ഞാൻ എത്ര ആട്ടി വിട്ടാലും അവരെൻ്റെ അടുത്തുനിന്ന് പോവില്ല. പിന്നെ നമ്മുടെ തക്കുടിന് മുമ്പ് എനിക്കൊരു കാക്കക്കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനെ വളർത്തി എൻ്റെ ഒരു ചെറിയ ശ്രദ്ധക്കുറവുമുണ്ട് എനിക്കതിനെ നഷ്ടപ്പെടാനുണ്ടായത്. അപ്പോൾ അന്ന് ഞാൻ എത്രത്തോളം ഞാൻ വേദനിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് മാത്രമേ അറിയുള്ളൂ അതിൻ്റെ വേദന എത്രയാണെന്ന്. കാരണം ഞാൻ ഇതേമാതിരി തക്കുടൂന്ന് പേരിട്ട് ഞാൻ അത്രയും അതിനെയും പൊന്നാരിച്ചിട്ടാണ് ഞാൻ വളർത്തിയത്. ഞാൻ എവിടെ പോയാലും അത് ഇത്രയും പറക്കാനും കൂടി തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എവിടെ പോവുകയാണെങ്കിൽ എൻ്റെ പിന്നാലെ വരുന്നൊരു സ്വഭാവമുണ്ട്. അങ്ങനെയാണ് എനിക്ക് അതിനെ നഷ്ടമായത്. അന്ന് ഞാൻ തീരുമാനിച്ചതാണ് ഒരു കാക്കക്കുഞ്ഞിനെ ഇനി കിട്ടുകയാണെങ്കിൽ ഞാൻ വളർത്തും എന്നുള്ളതൊക്കെ തന്നെ. അപ്പോൾ അങ്ങനെയാണ് എനിക്കിപ്പോൾ ഈ കാക്കക്കുട്ടിയെ കിട്ടിയതും ഞാനിതിനെ വളർത്താൻ തീരുമാനിച്ചതും. അല്ലാതെ എനിക്കിതൊരു ബിസിനസ്സോ കാര്യങ്ങളോ ഒന്നുമല്ല. അതുപോലെ തന്നെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനും പ്രത്യേക കാരണങ്ങളുണ്ട്. കാരണം ഞാനിപ്പോൾ എൻ്റെ പൂച്ചക്കുഞ്ഞിനെയും കൊണ്ട് വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ തന്നെ എനിക്ക് അവിടുന്ന് എത്ര രൂപയാണ് ചിലവ് വരുന്നതെന്നറിയോ. അങ്ങനെ വരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ വരുമാനം ഇല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരോട് ചോദിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻ ആണ്. ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാനും എന്നെപ്പോലെ തന്നെ ചിന്തിച്ചിട്ട് ഒരുപാട് പേര് വീടുകളിൽ ഇരിക്കുന്നുണ്ട്. മിണ്ടാപ്രാണികൾക്ക് വയ്യാണ്ടായാൽ പോലും കൊണ്ടുപോകാതെ. അങ്ങനെ എൻ്റെ അറിവിൽ കുറേ പേരുണ്ട്. അവർക്കൊക്കെ സഹായിക്കാനും അങ്ങനെ ഇതിന്നൊരു ഇൻകം, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് എല്ലാവരും ഒരു ഇൻകം പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ്. അല്ലാതെ വെറുതെ എൻ്റർടൈൻമെൻറ്റിനൊന്നും അല്ലല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ ആ ഒരു ഇൻകം കിട്ടുകയാണെങ്കിൽ ഇതിനൊക്കെ കൂടി ഉപയോഗിക്കാം എന്നുള്ള ഒറ്റ ചിന്തയിൽ മാത്രമാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഞാനിരിക്കുന്നത് ഒരു കുഞ്ഞു ഓട്ടുകര വീട്ടിലാണ്. അതിപ്പോൾ മഴക്കാലം ആകുന്നതോടൊക്കെ തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ട് എനിക്ക് വീട്ടിനകത്തിരിക്കാൻ. ഫുള്ളും ചോർച്ചയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ മേൽക്കൂര എന്ന് പറയുന്നത് അത്ര സ്ട്രോങ്ങും അല്ല, മരത്തടി കൊണ്ടുള്ളതാണ്. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എൻ്റെ ബുദ്ധിമുട്ടുകളെക്കാളും കൂടുതൽ ഞാൻ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾക്കാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടൊന്നും ഒരിക്കലും ഞാൻ ഈ ജീവജാലങ്ങളെ വളർത്തൽ ഒരു ബിസിനസ്സാക്കി എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഇത് മാറും എന്ന് വിചാരിക്കുന്നു ഞാൻ.